ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഈ നെയ്യാറ്റിൻകര സമാധി കേസിൽ ദുരൂഹത ഉറപ്പാണോ? ഇതിലൊരു ദുരൂഹതയില്ല. അദ്ദേഹം 35 വർഷം കൊണ്ട് എനിക്കറിയാവുന്ന ആളാണ്. അയാൾ സന്യാസിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഈ അദ്ദേഹത്തിന് സമാധി ഇരുത്തേണ്ട സ്ഥലമൊക്കെ അദ്ദേഹം സ്വയം തയ്യാറാക്കിയിരുന്നു. എല്ലാം അതിൻ്റെ അടപ്പം എല്ലാം ശരിയാക്കിയിരുന്നു. സമാധിയായി 3:30 മണിക്ക് മുമ്പ് മകൻ്റെ കൂടി ഇത് സമാധി ചടങ്ങുകളോടുകൂടി 3:30-ക്ക് മൂടിയിടണമെന്ന് പറഞ്ഞു. അപ്പം പൂജാരിയാണ് ഒരു മോൻ, ഒരാൾ ജോലിയുള്ള ആളാണ്. അവരെല്ലാവരും കൂടി അത് ചെയ്തു. എന്നിട്ട് സമാധിയായവർ അവരാണ് എല്ലായിടം പോസ്റ്റർ ഒട്ടിച്ചത്. ഈ പ്രദേശത്തെ ഒരു ഹിന്ദുവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു ഭാഗം ആളുകൾ സംഘടിച്ചത് ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഹിന്ദു അല്ലല്ലോ. ഹിന്ദുവിന്റെ ചടങ്ങ്, ഹിന്ദു എല്ലാ ചടങ്ങും നടത്തി വെച്ചിരിക്കുന്നത് അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എടുത്തോണ്ട് പോകണം. എന്തിന്? അല്ല, ഒരു നോട്ടീസാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. നോട്ടീസ് എടുത്ത് പൊളിക്കുന്നത് ആരോ പൊളിച്ചിട്ട്, പക്ഷെ ചെയ്യുന്നത് ഒരു ഭാഗം ഈ തീവ്രവാദികൾക്ക് വഴങ്ങിക്കൊണ്ടുള്ളതാണ്. അത് ചെയ്യാൻ കഴിയില്ല. അതിനെ ചെറുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ സമാധി സ്ഥലം പൊളിക്കാൻ പാടില്ലെന്നാണോ? സമാധി സ്ഥലം ഇപ്പൊ നോട്ടീസ് കൊടുക്കണമല്ലോ. ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാമിയുടെ ഭാര്യ നിൽക്കുന്ന സമയത്ത് അവര് വിശ്വസിച്ച് സമാധി സ്ഥലം അങ്ങനെ സമാധി വെച്ചിരിക്കുന്ന സ്ഥലത്തിനെ നിമിഷം കൊണ്ട് പോലീസ് വന്ന് എടുത്തോണ്ട് പോകുന്നതാണ്. അവരെ അറിയിക്കണ്ടേ ഞങ്ങളെ പൊളിക്കാൻ പോവുകയാണ് എന്ന്? അത് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾക്കും തൃപ്തി വരണ്ടേ? ആരെങ്കിലും മത തീവ്രവാദികൾ പറഞ്ഞ കേട്ടോണ്ടാണോ ചെയ്യേണ്ടത്? അപ്പൊ അതിനാണ് ഞങ്ങൾ സംഘടിച്ചു വന്നത്. അല്ല, അങ്ങനെ പോലീസ് അറിയിപ്പ് കൊടുക്കാതിരിക്കുമോ എന്നൊരു സംശയമുണ്ടല്ലോ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരുന്നുണ്ട്. അത് മാധ്യമത്തില് ഞാൻ RTI ഉണ്ട്, ഇവിടെ പുറന്ന ഓഫീസിൽ ഞാൻ സംസാരിച്ചത്. അവർ തന്നിട്ടില്ല. അവർക്ക് അവരുടെ ന്യായമായ ആവശ്യമല്ല, അവർ തരട്ടെ. അത് തന്നാലേ ഇത് ചെയ്യാവൂന്നാണ് നമ്മൾ പറയണേ. ശരി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ന്യായം ഉണ്ട് അതില്. ശരി, പ്രതികരിച്ചത്. പോലീസ് ഇവരെ അറിയിക്കാതെയാണ് ഇത് പൊളിക്കാനായി എത്തിയത് എന്നാണ് VSDP നേതാവ് കൂടിയ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്.